ഹാരിസൺ മലയാളം ലിമിറ്റഡ് അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന 59,693 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ അനുവദിക്കണമെന്ന സർക്കാരിൻ്റേതുൾപ്പെടെ 5 ഹർജികൾ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. വ്യാജരേഖകളുടെ പിൻബലത്തിൽ വൈത്തിരി ലാൻഡ് റവന്യൂ ബോർഡിൽ കേസ് ഫയൽ ചെയ്ത് നേടിയെടുത്ത കൈവശാവകാശം റദ്ദാക്കണമെന്ന സർക്കാർ ആവശ്യം കോടതി നിരാകരിച്ചു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ഹാരിസന്റെ നിലപാടുകൾ ഭൂപരിഷ്കരണ നിയമത്തിന്റെ ലംഘനമാണെന്ന വാദം ഭരണഘടനാ പ്രശ്നമായി പരിഗണിക്കാനാവില്ല. ഭൂപരിഷ്കരണ നിയമപ്രകാരമുള്ള ഈ കേസ് പരിഗണിക്കേണ്ടത് താലൂക്ക് ലാൻഡ് റവന്യൂ ബോർഡാണ്. ഭരണഘടനാ അനുച്ഛേദം 207, 208 പ്രകാരം കീഴ്ക്കോടതിയിൽ ഇടപെടുന്നതുപോലെ ലാൻഡ് ട്രൈബ്യൂണലിന്റെ പരിഗണനയിലുള്ള ഈ കേസിൽ ഹൈക്കോടതിക്ക് ഇടപെടാനാവില്ല. ലാൻഡ് ബോർഡിൽ ഇപ്പോഴുള്ള കേസുകളുമായി സർക്കാരിന് മുന്നോട്ടു പോകാമെന്നും ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ, ജസ്റ്റിസ് AV രാമകൃഷ്ണപിള്ള എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവുകൾ റദ്ദാക്കിയതായും കോടതി അറിയിച്ചു. ഉത്തരവ് പ്രകാരം ഹാരിസൺ ലിമിറ്റഡിൽ നിന്ന് ഈടാക്കിയ സെക്യൂരിറ്റി, ബാങ്ക് ഗ്യാരണ്ടി എന്നിവ സർക്കാർ തിരിച്ചു നൽകണം. എസ്റ്റേറ്റുകളിൽ നിന്ന് മരം മുറിക്കാനും അനുമതി നൽകിയിട്ടുണ്ട്. തിരുകൊച്ചി മലബാർ രാജവംശങ്ങളുടെ പിന്തുടർച്ച എന്ന നിലയിൽ ഭൂമിയുടെ അവകാശം സർക്കാരിനാണെന്നായിരുന്നു ഹർജി ഭാഗം ഉന്നയിച്ചത്. ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വപ്രകാരം ഭൂമിയുടെ അവകാശം ജനങ്ങൾക്കാണെന്നും വിദേശ കമ്പനിക്ക് ഭൂമി കൈവശം വയ്ക്കാനാവില്ലെന്നും സർക്കാർ വാദിച്ചു. 8 ജില്ലകളിലായി ഹാരിസൺ മലയാളം ലിമിറ്റഡ് കൈവശം വച്ചിരിക്കുന്ന ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ നടപടികൾക്കാണ് ഹൈക്കോടതി ഉത്തരവിലൂടെ ഇപ്പോൾ തിരിച്ചടി നേരിട്ടത്. അനിൽ കാരാമൽ, മീഡിയ 1, കൊച്ചി.